വാർത്തകൾ വിശദമായി. നടിയെ ആക്രമിച്ച സംഭവത്തിലെ പ്രതികളുമായി പോലീസ് കോയമ്പത്തൂരിലെത്തി തെളിവെടുപ്പ് നടത്തി. പ്രതികൾ 3 ദിവസം ഒളിവിൽ കഴിഞ്ഞ വീട്ടിൽ നിന്നും ഒരു മൊബൈൽ ഫോണും ടാബും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച പൾസർ ബൈക്കിന്റെ ഉടമയെ പീളമേട് നിന്നും കണ്ടെത്തി. ബൈക്ക് മോഷണം പോയതാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. പുലർച്ചെയാണ് പൾസർ സുനിയെയും വിജീഷിനെയും കൊണ്ട് അന്വേഷണ സംഘം തെളിവെടുപ്പിനായി കോയമ്പത്തൂരിലെത്തിയത്. പ്രതികൾ 3 ദിവസം ഒളിവിൽ കഴിഞ്ഞ ശ്രീറാം നഗറിലുള്ള വീട്ടിൽ സംഘം പരിശോധന നടത്തി. വീടിനുള്ളിൽ നിന്നും ഒരു മൊബൈൽ ഫോണും ടാബും കണ്ടെടുത്തു. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുന്നോടിയായി പോലീസ് സീൽ ചെയ്തു. വീട്ടുടമയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. പ്രതികളെ മുൻപരിചയമില്ലെന്നും ചാർലി എന്നൊരാളാണ് പരിചയപ്പെടുത്തിയതെന്നും കെട്ടിട ഉടമ പോലീസിനോട് പറഞ്ഞു. ചാർലി ഒളിവിലാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കഴിഞ്ഞ തിങ്കളാഴ്ച കോയമ്പത്തൂരിലെത്തിയ പ്രതികൾ ബുധനാഴ്ചയാണ് മടങ്ങിയത്. അന്വേഷണ സംഘം കോയമ്പത്തൂരിൽ എത്തിയതറിഞ്ഞാണ് രക്ഷപ്പെട്ടതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. പിളമേട് സ്വദേശി ശെൽവൻ എന്നൊരാളുടെ ബൈക്കുമായാണ് രക്ഷപ്പെട്ടത്. ശെൽവനെ പോലീസ് പിന്നീട് കണ്ടെത്തി. ബൈക്ക് മോഷണം പോയതാണെന്നും താക്കോൽ തന്റെ കൈവശമുണ്ടെന്നും ശെൽവൻ പോലീസിനോട് പറഞ്ഞു. ആലുവ ഡിവൈഎസ്പി ബാബുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളുമായി കോയമ്പത്തൂരിലെത്തിയത്. കോയമ്പത്തൂരിലെ തെളിവെടുപ്പ് ഇന്ന് തന്നെ പൂർത്തിയാക്കി കൊച്ചിക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തുടർന്ന് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ മറ്റിടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതിനിടെ കഴിഞ്ഞ ദിവസം പൊന്നുരുന്നിയിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ മൊബൈൽ ഫോൺ, ടാബ്, പെൻഡ്രൈവ്, മെമ്മറി കാർഡ് എന്നിവ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഗൂഢാലോചനയില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഗൂഢാലോചനയില്ലെന്ന് ഒരു മാധ്യമത്തിൽ വാർത്ത വന്നിരുന്നു. ഈ വാർത്തയെക്കുറിച്ച് പറയുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി. താങ്കൾ പറഞ്ഞതിന് വിരുദ്ധമല്ല, ഞാൻ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ കാള പെറ്റുമെന്ന് കേട്ടപ്പോൾ കയറെടുക്കാൻ പാടില്ല. എന്താണ് സംഭവിച്ചത്? ഞാൻ ദീപികയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അന്ന് സ്റ്റേജിൽ എനിക്കൊരു പത്രം കിട്ടും. ആ പത്രത്തിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു റിപ്പോർട്ട് കാണുന്നു. എനിക്ക് ഔദ്യോഗികമായി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയല്ല, ഇങ്ങനെ റിപ്പോർട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആര്? മാധ്യമങ്ങൾ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണത്തിന് പുറപ്പെട്ടു. ആ ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ എല്ലാവരെയും പിടികിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പിടികിട്ടി കഴിഞ്ഞ സാഹചര്യത്തിൽ കാര്യങ്ങൾ അവരന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും. ഇതാണ് ഞാൻ പറഞ്ഞത്. കെ സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന് VM സുധീരൻ. കൊലവിളി പ്രസംഗത്തിന്റെ പേരിൽ കേസെടുക്കണമെന്നാണ് ആവശ്യം. അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തിയത് ജനരോഷം ഭയന്നെന്ന് സുധീരൻ പറഞ്ഞു. അക്രമത്തിന് ആഹ്വാനം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാരായാലും അവർക്കെതിരെ കർശനമായ നടപടി വേണം. BJP നേതാവ് സുരേന്ദ്രൻ ഇപ്പോൾ MM മണിയാകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. തീർച്ചയായും സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തേ മതിയാകൂ. അക്രമങ്ങൾക്കുള്ള പരസ്യമായ ആഹ്വാനമാണ് അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നടിയെ ആക്രമിച്ച സംഭവം സംബന്ധിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ ഗൂഢനീക്കം നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഇല്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മറയാക്കി അന്വേഷണം അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണെന്നും ചെന്നിത്തല കൊച്ചിയിൽ ആരോപിച്ചു. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒരു കേസ് അന്വേഷണം നടക്കുമ്പോൾ ആ കേസ് അന്വേഷണം പുരോഗമിക്കുന്ന വേളയിൽ ഗൂഢാലോചനയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കേസ് അട്ടിമറിക്കുന്ന കാര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നാം പ്രതിയായി നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതിയെ സംരക്ഷിക്കാൻ ബോധപൂർവമായ ഗൂഢാലോചന ഇവിടെ നടക്കുന്നു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ കൂടുതൽ കേസിന് ആസ്പദമായ കൂടുതൽ ചുരുളുകൾ നികരും, കൂടുതൽ ചുരുളുകൾ പുറത്തു വരും, സത്യം പുറത്തു വരുമെന്ന് ആരൊക്കെയോ ഭയപ്പെടുന്നു. ഇതിന്റെ പിന്നിൽ കൂടുതൽ വസ്തുതകൾ പുറത്തു വരുമെന്ന് പലരും ഭയപ്പെടുന്നു. അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന പ്രവർത്തനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് തികച്ചും ദൗർഭാഗ്യകരമാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ വേഗത്തിൽ പിടികൂടി പോലീസ് സേനയുടെയും നാടിന്റെയും മാനം കാത്ത അന്വേഷണ സംഘത്തിന് സഹപ്രവർത്തകരുടെ ആദരം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്വേഷണ സംഘാംഗങ്ങൾക്ക് കൊച്ചിയിൽ സ്വീകരണം നൽകി. നാട് ആഗ്രഹിച്ചത്
ചെയ്ത പോലീസുകാരെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുതായിരുന്നു എന്നാണ് ചടങ്ങിൽ പങ്കെടുത്ത മേജർ രവി പറഞ്ഞത്. തിരികെ വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച സംഭവത്തിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് കോട്ട് നൽകി സഹായിച്ച വക്കീലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ജി സുധാകരൻ. ആലപ്പുഴയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് പടന്നയിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ സംഘത്തിലെ യുവാവ് അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. IS കേന്ദ്രത്തിൽ ആളില്ലാ വിമാനത്തിൽ നടന്ന ബോംബാക്രമണത്തിലാണ് 24 വയസ്സുകാരൻ ഹഫീസുദ്ദീൻ കൊല്ലപ്പെട്ടത്. പീപ്പിൾ ഇംപാക്ട്. ചീമേനി ജയിലിൽ ഗോപൂജ നടത്തിയതിൽ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തരുതെന്ന് മുഖ്യമന്ത്രി. നിയമത്തിന് അതീതമായി ആർക്കും സൗകര്യം ഒരുക്കരുതെന്നും അഴിമതിക്കാരുടെ പ്രലോഭനത്തിൽ വീഴരുതെന്നും പിണറായി പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം തീപിടുത്തം. വടക്കേനടയ്ക്ക് സമീപമാണ് തീപിടിച്ചത്. പോസ്റ്റ് ഓഫീസിന്റെ സംസ്ഥാന ഗോഡൌൺ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. അതേസമയം തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ക്ഷേത്ര സമീപത്ത് സുരക്ഷാ ഓഡിറ്റിംഗ് ആവശ്യമാണെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു.